കുറച്ചു ദിവസമായി ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും സ്വർണ്ണപീഠവുമായിരുന്നു കേരളത്തിലെ ചർച്ചാ വിഷയം. അയ്യപ്പ സംഗമത്തിലെ വരെ ചോദ്യമുനയിലാക്കിയിരുന്നു ആ സ്വർണ്ണപ്പാളികൾ. നമുക്കാദ്യം സ്വർണ്ണപ്പാളി വിവാദം എന്താണ് എന്ന് നോക്കാം. ബംഗളൂരുവിൽ താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മലയാളി ദ്വാരപാലകരുടെ സ്വർണം ആവരണം ചെയ്ത ചെമ്പ് പാളികൾക്ക് സ്വർണം പൂശി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് രംഗത്ത് വരുന്നു. ഇത് നടക്കുന്നത് 2019-ലാണ്. ഈ വാഗ്ദാനം സ്വീകരിച്ചാണ് ദേവസ്വം ബോർഡ് 2019 ജൂലൈ 19, 20 തീയതികളിലായി ചെമ്പ് പാളികൾ ഊരി നൽകിയത്. ഈ സ്വർണ്ണപ്പാളികൾ നൽകുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, തന്ത്രി തുടങ്ങിയവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല. ചെമ്പ് പാളികളുടെ ഭാരം സന്നിധാനത്ത് തൂക്കിയപ്പോൾ അത് ഈ കാണുന്നത് പോലെ 25 കിലോ 4 ഗ്രാം ആയിരുന്നു. പീഠങ്ങളുടെ ഭാരം എന്ന് പറയുന്നത് 17 കിലോയും 400 ഗ്രാമുമായിരുന്നു. അതായത് ആകെ ഭാരം 42 കിലോ 80 ഗ്രാം എന്നുള്ളത്. ഓഗസ്റ്റ് 29-ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് ഇവ തൂക്കി. അന്ന് തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭാരം പരിശോധിച്ചത്. അപ്പോൾ തയ്യാറാക്കിയ മഹസറിൽ തൂക്കം രേഖപ്പെടുത്തിയത് 38 കിലോ എന്നാണ്. സ്വർണം പൂശിയ ശേഷം സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് തന്നെ വീണ്ടും സ്വർണ്ണപ്പാളികൾ തൂക്കി. അപ്പോൾ ഭാരം 38.653 കിലോഗ്രാം ആയിരുന്നു. സ്വർണം പൂശിയോടെ 394 ഗ്രാമിന്റെ വർധനയുണ്ടായി. അപ്പോഴും ആകെ തൂക്കത്തിൽ 4 കിലോഗ്രാമിന്റെ കുറവുണ്ടായിരുന്നു. ആവിയാകാൻ ഇത് പെട്രോൾ അല്ലല്ലോ എന്ന് കോടതി വരെ ചോദിച്ചു. പിന്നെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ കമ്പനിയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരികെ എത്തിച്ചു. ഇന്ന് ഇത് ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ചയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് വിജിലൻസ് അന്വേഷിക്കണമെന്നും കോടതി ഉത്തരവുണ്ട്. ശബരിമലയിലെ സ്വർണം തിട്ടപ്പെടുത്താൻ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ കോടതി നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് രഹസ്യ സ്വഭാവം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ട്രോങ് റൂമിലെ വസ്തുക്കളുടെ കണക്കെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്ററും പരിശോധിക്കണം. ഈ സിസ്റ്റത്തിന്റെ പരാജയമാണ് ഉണ്ടായതെന്നും പരിഹരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കും അന്വേഷണ പരിധിയിലാണ്. ഈ കേസ് ഒക്ടോബർ 15-നായിരിക്കും വീണ്ടും പരിഗണിക്കുക. അത് സ്വർണ്ണപ്പാളി. ഇനി പീഠം അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഈ മാസം 17-ന് ശബരിമലയിലേക്ക് ദ്വാരപാലക ശില്പങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ സ്വർണ്ണപീഠം കാണാനില്ല എന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. 3 പവൻ സ്വർണമാണ് ഉപയോഗിച്ചത്. ഇവ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നും പോറ്റി. വച്ചു നോക്കിയപ്പോൾ അതിലൊരു അപാകത തോന്നി. കാര്യം സൈസിൽ വ്യത്യാസം വന്നു. ഉദ്യോഗസ്ഥർ അതവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പൊ അതിലൊരു അവ്യക്തത ഇപ്പൊ വിജിലൻസിന് അത് അന്വേഷിക്കാനായിട്ട് കോടതി എന്നെ നിർദ്ദേശിച്ചിരുന്നു. 2019-ലാണ് ഈ പീഠം നിർമ്മിക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് 3 പവൻ സ്വർണവും മറ്റ് ലോഹങ്ങളും ചേർന്ന്. കോവിഡ് നിയന്ത്രണമുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് സ്പോൺസർ പറഞ്ഞത്. പിന്നീട് ഹൈക്കോടതി ഇടപെടുന്നു, പീഠം കണ്ടെത്താൻ നിർദ്ദേശിക്കുന്നു. പിന്നെ ഇന്നലെ ഈ സംഭവത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. കാണാതായ പീഠം അത് കണ്ടെത്തുന്നു. അതും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന്. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സാധനങ്ങൾ, പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോൾ നമ്മളിത് എടുത്തു വയ്ക്കും. വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്. അപ്പോൾ പോറ്റി എന്തിന് കള്ളം പറഞ്ഞു? ദേവസ്വത്തിനെ, സർക്കാരിനെ എന്തിന് സംശയത്തിന്റെ നിഴലിലാക്കി? പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞതും ഉണ്ണികൃഷ്ണൻ പോറ്റി, പീഠങ്ങൾ ഒളിപ്പിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ സർക്കാരിനും വിശ്വാസമില്ല. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെ അതിൻ്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. സഹായിയുടെ പക്കൽ പീഠം ഉണ്ടായിരുന്നു എന്ന കാര്യം മറന്നുപോയി എന്നാണ് പോറ്റിയുടെ പുതിയ പയറ്റ്. മാതൃഭൂമി ന്യൂസ് പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് പോറ്റിയുടെ ഈ മറുപടി. പോറ്റി പറ്റിച്ചുവെന്ന ഉറപ്പാണ്. പക്ഷേ പിന്നിൽ പോറ്റി മാത്രമാണോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്.